ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ എക്കോണമി 1950 ടു 1919 എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, IPR. അത് തുടങ്ങിയ വർഷം 1956 അപ്പോൾ നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നപ്പോൾ 1951 മുതൽ 1956 വരെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് പ്ലാൻ കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം 1956 മുതൽ 1961 വരെ ഇൻഡസ്ട്രിയൽ സെക്ടർ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും അത്തരത്തിലുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പ്ലാൻ കൊണ്ടുവന്നു. അപ്പോൾ സെക്കൻഡ് പ്ലാനിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ദി IPR 1956 ക്ലാസിഫൈഡ് ദ ഇൻഡസ്ട്രീസ് ഇൻ ടു 3 കാറ്റഗറീസ്. ദേ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IPR 3 ഇൻഡസ്ട്രീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓണഡ് ബൈ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഭരിക്കുന്ന ഇൻഡസ്ട്രീസ്, ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരുന്ന ഇൻഡസ്ട്രീസാണ് ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തെ ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ദ പ്രൈവറ്റ് സെക്ടർ ക്യാൻ കോ എക്സിസ്റ്റ് വിത്ത് പബ്ലിക് സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും ഒരേപോലെ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഇൻഡസ്ട്രീസ്. ഇനി 3 ഇൻഡസ്ട്രീസ് വെർ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ. Private sector was controlled by licensing to keep regionally equality. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ മാത്രം ഒരു ഇൻഡസ്ട്രീസ് നടത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. പക്ഷെ എന്ത് വേണം? ലൈസൻസ് വേണം. ലൈസൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഇക്വാളിറ്റി റീജിയണൽ ഇക്വാലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ലൈസൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഇക്വാലിറ്റി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ലൈസൻസ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ഇൻഡസ്ട്രി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് IPR. ഇനി നെക്സ്റ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ക്യാൻ ബി ഡിഫൈൻഡ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ്. In a small scale industry unit, maximum investment is allowed was 5 lakh. 1956 5 lakh ആയിരുന്നു. Now it's 10 crore. എത്ര പണം മുടക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഫസ്റ്റിൽ പറയുന്നത്. പിന്നെ പറയാനുള്ളത്, ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി 1956 മാക്സിമം 5 ലക്ഷം മുതൽ മുടക്കായിട്ട് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അത് 10 കോടി വരെ ആയിട്ടുണ്ടെന്നാണ് ആ ഒരു സെൻറ്റൻസിൽ പറയുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ളത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കാർവ കമ്മിറ്റി ഫോം ചെയ്തു. അപ്പോൾ ഫോം ചെയ്ത ഡേറ്റ് 1955. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കാർവ കമ്മിറ്റി ഫോം ചെയ്ത വർഷം 1955 കേട്ടോ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമുക്ക് നോക്കാം. ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാപിറ്റൽ മതി. പിന്നെ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി, ആളുകൾക്കൊക്കെ ഭയങ്കര ജോലി സാധ്യതയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻസ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ഹ്യൂമൻസിനെ ആയിരുന്നു ഉപയോഗിച്ചായിരുന്നത്. പിന്നെ ജനറേറ്റ്സ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അത് കാരണം തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ലെസ് ഡിപ്പെൻഡ്സ് ഓൺ ഇമ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജ്യത്ത് നിങ്ങളുടെ വരവ് ഭയങ്കര കുറവായിരുന്നു. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ലെസ് പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷനൊക്കെ ഭയങ്കര കുറവായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, പൊല്യൂഷനൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. ഹെൽപ്പ് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് സഹായിച്ചായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇനി ട്രേഡ് പോളിസി എന്താണെന്ന് നോക്കി നോക്കാം. അവർ ട്രേഡ് പോളിസി ഈസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് മീൻസ് റീപ്ലേസ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ത്രൂ ദിസ് പോളിസി ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ദ ഇൻഡസ്ട്രി ബൈ 2 ways. ഒന്ന് താരിഫ്, രണ്ടാമത്തെ കോട്ട. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പകരം നമ്മൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതാണ് ട്രേഡ് പോളിസി. അപ്പോൾ അടുത്ത ത്രൂ ദിസ് പോളിസി ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ദ ഇൻഡസ്ട്രി ബൈ 2 way. 2 വേയിലൂടെയാണ് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തായിരുന്നതെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ താരിഫും രണ്ടാമത്തെ കോട്ടയും. അപ്പോൾ താരിഫ്, ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നികുതി കൂട്ടി. അപ്പോൾ അങ്ങനെ നികുതി കൂട്ടുമ്പോൾ എന്താണ്, അത് കുറയുമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർ താരിഫ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇറക്കി. പിന്നെ കോട്ട, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എത്ര സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണം എന്നുള്ളതിനൊക്കെ ഒരു കണക്കുണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഇത്ര കാർ മാത്രമേ അവിടെ നിങ്ങളുടെ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ബെനിഫിറ്റ്സ് ആണ്. ഫസ്റ്റ് ബെനിഫിറ്റ്, ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രൂ ബൈ 6% ഡ്യൂറിങ് 1950 to 1919. 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഇൻഡസ്ട്രി 6% വർധനവുണ്ടായി എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ ദ ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ ടു GDP 11.8% to 24.6% എന്ന് വെച്ച് കഴിഞ്ഞാൽ GDPയുടെ കോൺട്രിബ്യൂഷൻ കൂടി 11.8% നിന്ന് 24.6% നമ്മളുടെ GDPയുടെ കോൺട്രിബ്യൂഷൻ കൂടി എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ, ഗ്രോത്ത് ഓഫ് ഇൻഡിജിനിയസ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ ഗ്രോത്ത് കൂടി. പിന്നെ ഇനി അടുത്തത്, ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ബിക്കം ഹൈലി ഡൈവേഴ്സിഫൈഡ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസ്. ഇന്ത്യക്ക് സ്റ്റീല്, അതുമാതിരി ക്ലോത്ത്, അങ്ങനത്തെ കെമിക്കൽ, അങ്ങനത്തെ പലതരം പുതിയ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ വികസനം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ക്രിയേറ്റഡ് മെനി എൻ്റർപ്രണേഴ്സ് വിത്ത് സ്മാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൂലധനം കൊണ്ട് കുറേ അധികം എൻ്റർപ്രണർ സ്ഥാപിക്കാൻ പറ്റി, അല്ലെങ്കിൽ കുറേ അധികം വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. പിന്നെ ജനറേറ്റഡ് മില്യൺസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, മില്യണോളം ജോലി സാധ്യതകൾ ജനറേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഡെഫിഷ്യൻസീസ് ആണ് പറയുന്നത്, എന്ന് വെച്ചാൽ പോരായ്മ. അപ്പോൾ ഫസ്റ്റത്തെ, സിസ്റ്റം ഓഫ് ലൈസൻസിങ് ക്രിയേറ്റഡ് ബ്യൂറോക്രസി ആൻഡ് കറപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് സമ്പ്രദായം ഈ ബ്യൂറോക്രസി അല്ലെങ്കിൽ കറപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലിയൊക്കെ വാങ്ങാൻ കാരണമാക്കി എന്നാണ് പറയുന്നത്. സം ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ് എക്സ്പ്ലോയിറ്റഡ് ഡൊമസ്റ്റിക് കൺസ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇന്ത്യൻ കമ്പനി സാധാരണക്കാരെ ചൂഷണത്തിനിരയാക്കി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ്, പബ്ലിക് സെക്ടർ ഫേം ക്രിയേറ്റ് പബ്ലിക് സെക്ടർ മോണോപ്പൊളി. അവിടെ സർക്കാരിൻ്റെ ഫേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു ഫേംസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ ഒരു ഫേമിനെ എതിർക്കേണ്ട കാര്യമില്ല, അതുമാതിരി ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ സർക്കാരിൻ്റെ ഫേംസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ്, സം ഇന്നെഫിഷ്യൻറ്റ് ഫേം ടുക്ക് അൺഡ്യൂ അഡ്വാൻറ്റേജ് ഓഫ് പ്രൊട്ടക്ഷൻ. ചില മോശം കമ്പനികൾ സർക്കാരിൻ്റെ സംരക്ഷണം ചൂഷണം ചെയ്തു എന്നാണ് ആ ഒരു പോയിന്റ് കൂടെ പറയുന്നത്. ഇനി ലാസ്റ്റ്, പബ്ലിക് സെക്ടർ എൻറ്റേർഡ് ഇൻ ടു അൺനെസസറി ഏരിയാസ് വേസ്റ്റിംഗ് പ്രീഷ്യസ് റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ആവശ്യമില്ലാത്ത മേഖലയിലേക്ക് കടന്നു വന്നിട്ട് വിലപ്പെട്ട റിസോഴ്സസൊക്കെ പാഴാക്കി എന്നാണ് ലാസ്റ്റ് പോയിന്റ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനലിൻ്റെ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ ചോദിക്കാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.